പറ്റൂ. മുസ്ലിമായാലുള്ള ആദ്യത്തെ കാര്യം ചെയ്യണം നമസ്കാരം. ആ നമസ്കാരം നിർവഹിക്കണമെങ്കിലും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലിന്റെ പേര് പറഞ്ഞാലേ നമസ്കരിക്കാൻ പറ്റൂ. നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞ് റസൂലുള്ളാഹിയെ മുന്നിൽ കണ്ട് സലാം പറഞ്ഞാലല്ലാതെ ഒരൊറ്റയാളുടെ നിസ്കാരവും ശരിയാവില്ല മക്കളെ. അള്ളാഹുവിന്റെ ഹബീബ് തിരുമുന്നിൽ കണ്ട് അസ്സലാമു അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ നിസ്കാരം ശരിയാവൂല. അസ്സലാമു അലൈഹി എന്ന് പറഞ്ഞാൽ നിസ്കാരം ശരിയാവൂല. പിന്നെ എന്തു പറയണം? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. തിരുമുന്നിലുള്ളവരെ പറ്റി മാത്രമേ അലൈക എന്ന് അഭിസംബോധന ചെയ്ത് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളിലുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളിലുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് നമ്മളിലുണ്ട്. അവിടുത്തെ ഭൗതിക ശരീരമാ മക്കളെ റൗള ശരീഫിൽ അടക്കിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാവുണ്ടല്ലോ. ഏത് ആത്മാവ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ സൃഷ്ടികൾക്ക് മുമ്പും സൃഷ്ടിച്ച അവ്വലുൽ ഖൽഖായ അല്ലാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടിയായ ആത്മാവ്, ഹബീബായ നബിയുടെ ആത്മാവ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമായി സൃഷ്ടിച്ച റസൂലുള്ളാഹിയുടെ റൂഹ് ഓർമ്മയില്ലേ? കേട്ടിട്ടുണ്ടാകുമല്ലോ. മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തിയേക്കാം. ആരും വിഷമിക്കേണ്ട. ഒരു 10-15 മിനിറ്റ് കൂടി ഇരുന്നൂടെ? ഇരിക്കാലോ. അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ല ജിബ്രീൽ, ഞാൻ ഒരുപാട് കാലം കൊണ്ട് കാണുന്നതാണല്ലോ, എത്ര വയസ്സായിട്ടുണ്ടാവും നിങ്ങൾക്ക്? എത്ര വയസ്സായിട്ടുണ്ടാവും? ആരോടാ ചോദിക്കുന്നേ? ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ വയസ്സ് എനിക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, എന്റെ വയസ്സ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, ഞാൻ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുവിന്റെ അർശിനോട് ചേർന്ന് 70,000 വർഷത്തിൽ ഒരിക്കൽ ഒരു നക്ഷത്രം ഉദിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര വർഷത്തിലൊരിക്കൽ? 70,000 വർഷത്തിലൊരിക്കൽ. ആ നക്ഷത്രം ഞാൻ എന്റെ ജീവിതത്തിൽ 70,000 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, അനദാക്കൻ നജ്മു യാ ഹബീബി ജിബ്രീൽ, ആ നക്ഷത്രം ഞാനായിരുന്നു ജിബ്രീലേ. മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ നക്ഷത്രം ഞാനായിരുന്നു. ഏത് നക്ഷത്രം? 70,000 വർഷത്തിലൊരിക്കൽ ഉദിക്കുന്ന ജിബ്രീൽ 70,000 വട്ടം കണ്ട ആ നക്ഷത്രം. ആ നക്ഷത്രമാ മക്കളെ വൻ നജ്മി ഇദാ ഹവാ, വൻ നജ്മി ഇദാ ഹവാ. എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരായ മുതഅല്ലിമീങ്ങൾ പോയിട്ട് സൂറത്തുൻ നജ്ം എടുത്തിട്ട് ഒന്നുകൂടെ ഓതി നോക്കി അർത്ഥം വെക്കുക. വൻ നജ്ം, അന്നജും. ഏതാണ് അന്നജും? വെറും സ്റ്റാർ അല്ല, വനജുമിൻ എന്നല്ല, വൻ നജും. ഏത് സ്റ്റാർ? ഏതാണ് ആ സ്റ്റാർ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ റൂഹാകുന്ന നക്ഷത്രം വൻ നജും. ആ നക്ഷത്രത്തെ തന്നെ സത്യം. ഇദാ ഹവാ, ആ നക്ഷത്രം അതിന്റെ റബ്ബിലേക്ക് പ്രേമാസക്തനായ, ആ നക്ഷത്രം അതിന്റെ റബ്ബിലേക്ക് പ്രേമാസക്തനായാൽ മാ വല്ല സാഹിബുക്കും വമാ വബാ. ആ നക്ഷത്രം അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ആദ്യത്തെ സൃഷ്ടി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നേരിൽ കണ്ട മുഹമ്മദ് മുസ്തഫ. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ആരെങ്കിലും ഏതെങ്കിലും പുസ്തകങ്ങളിൽ എഴുതി വെക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വിശ്വസിച്ചു പോകരുത്. അല്ലാഹുവിന്റെ ഹബീബ് കണ്ടു അല്ലാഹുവിനെ. എങ്ങനെ കണ്ടു? 4 കാഴ്ചയുണ്ട്, 4 കാഴ്ചയുണ്ട്. ഐനുർ റഅസ്, കണ്ണിന്റെ കാഴ്ച, തലയിലുള്ള കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച. ഐനുൽ ഖൽബ്, ഖൽബ് കൊണ്ടുള്ള കാഴ്ച. ഐനുൽ റൂഹ്, റൂഹിന്റെ കാഴ്ച. ഐനുൽ ഖൽബ്, ഐനുൽ റഅസ്, ഐനുൽ ഖൽബ്, ഐനുൽ റൂഹ്, റൂഹ് കൊണ്ടുള്ള കാഴ്ച. 4 കാഴ്ചകൾ. കണ്ണുകൊണ്ടുള്ള കാഴ്ച, ഖൽബ് കൊണ്ടുള്ള കാഴ്ച, റൂഹ് കൊണ്ടുള്ള കാഴ്ച.
ഇങ്ങനെ 3 കാഴ്ചകളും 4മതൊരു കാഴ്ച പെട്ടെന്ന് എന്റെ ഓർമ്മ നഷ്ടപ്പെടുന്നു. ഐനുർ റഅസ്, കണ്ണിലുള്ള തലയിലുള്ള കണ്ണുകൊണ്ട് അല്ലാഹുവിനെ കാണുന്ന കാഴ്ച. ഹൃദയം കൊണ്ട് കാണാൻ പറ്റുന്ന ഐനുൽ അഖൽ, ബുദ്ധി കൊണ്ടുള്ള കാഴ്ച. ഈ 4 കാഴ്ചയും 4 വിധാനത്തിൽ നിന്ന് 4 കാഴ്ചയും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടു. നോക്കുക, മിഅ്റാജിനെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ 4 എന്ന് പറയുന്നുണ്ട്. ഈ 4 റആയും വേറെ വേറെ റആണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂല് 63 വർഷം ജീവിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് റഫീഖുൽ അഅലായിലേക്ക് റസൂലുള്ളാഹിയുടെ റൂഹ് പോയി എന്ന് പറയുന്നതിനേക്കാൾ ആരിഫീങ്ങളുടെയും ഔലിയാക്കളുടെയും ഭാഷ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹനീയ സാന്നിധ്യത്തിൽ നിന്ന് 63 കൊല്ലത്തേക്കൊന്ന് ഭൂമിയിലേക്ക് വന്നതാണ്. 63 വർഷത്തേക്കൊന്ന് ഭൂമിയിലേക്ക് വന്നതാ. പോകുമ്പോൾ അതുകൊണ്ടാണ് അവസാനമായി എല്ലാരും കേൾക്ക പറഞ്ഞത് റഫീഖുൽ അഅലാ, റഫീഖുൽ അഅലാ, റഫീഖുൽ അഅലാ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, സൃഷ്ടികളിൽ ആദ്യത്തെ സൃഷ്ടി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുന്തു കൻസം മഖ്ഫിയ, മറയ്ക്കപ്പെട്ട നിധിയായിരുന്നു. മറയ്ക്കപ്പെട്ട നിധി, അല്ലാഹ് അല്ലാത്ത ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമായി സൃഷ്ടിച്ചത് ഫഖലഖ്തുൽ ഖൽഖ, ഞാൻ അൽ ഖൽഖിനെ സൃഷ്ടിച്ചു. അൽ ഖൽഖിനെ ഞാൻ സൃഷ്ടിച്ചു. ഏതാണ് ഈ അൽ ഖൽഖ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം. ആ പ്രകാശമാണ് പ്രപഞ്ച സൃഷ്ടികളിൽ ആദ്യത്തെ സൃഷ്ടി. അതിൽ നിന്നാണ് എല്ലാത്തിനെയും അള്ളാഹ് സൃഷ്ടിച്ചത്. അബ്ദുൽ നാസർ മഅദനിയും എന്റെ മുന്നിലിരിക്കുന്ന ആയിരങ്ങളും പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി മനുഷ്യരും ആകാശവും ഭൂമിയും ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും അർശും കുർസും ലൗഹും കലമും എല്ലാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ